കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലെ ഗോമ നഗരത്തിലുള്ള മുകുങ്ങ അഭയാർത്ഥി ക്യാമ്പിൽ 14 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെ അപലപിച്ച് ഫ്രാൻസിസ് പാപ്പ. ഗോമ രൂപതാധ്യക്ഷൻ അഭിമന്യ വില്ലൻകുമ്പിക്ക് അയച്ച ടെലഗ്രാം സന്ദേശത്തിലൂടെയാണ് കുടിയിറക്കപ്പെട്ടവരായ സാധുജനങ്ങൾക്ക് നേരെയുണ്ടായ ഈ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിനെതിരെ പാപ്പ ശബ്ദമുയർത്തിയത്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ഒപ്പിട്ടയച്ച ഈ സന്ദേശത്തിൽ 14ലധികം ആളുകളുടെ മരണത്തിന് കാരണമാകുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ദാരുണ സംഭവത്തിന്റെ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ നേരുകയും ദുഃഖം അറിയിക്കുകയും ചെയ്തു. ചലനമറ്റ ശരീരത്തോടെ കർത്താവിനെ പ്രഘോഷിച്ച നീനോ ബഗ്ലിയേരി വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്. യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ 17ാം വയസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയൊരു വീഴ്ചയെ തുടർന്നാണ് നീനോയുടെ ശരീരം തളർന്നു പോകുന്നത്. കഴുത്തിന് താഴേക്ക് പൂർണ്ണമായി തളർന്ന ശരീരത്തോടെ 40 വർഷത്തോളം നീനോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആ നാളുകളിൽ തന്റെ ദൗത്യം ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണെന്ന് തിരിച്ചറിഞ്ഞ നീനോ തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിനെ പങ്കുവച്ചു. ദീർഘനാളത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ 2007 മാർച്ച് 2 മരണമടഞ്ഞ അദ്ദേഹത്തെ ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നാമകരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മതവിശ്വാസത്തിന്റെ പേരിൽ പ്രത്യേക ആശങ്ക രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അസർബൈജാനും ഉൾപ്പെടുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം അതിന്റെ പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് അസർബൈജാൻ. റഷ്യയ്ക്കും ഇറാനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്വേച്ഛാധിപത്യ രാജ്യമായ അസർബൈജാൻ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് വംശീയ അർമേനിയൻ ക്രിസ്ത്യാനികളെയും യഹോവയുടെ സാക്ഷികളെയും പീഡിപ്പിക്കുകയും പലായനം ചെയ്യിക്കുകയും ചെയ്ത സംഭവങ്ങൾക്ക് സാക്ഷിയാണ്. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നിക്ഷേപങ്ങൾ ആയുധ ഫാക്ടറിയും ഗർഭനിരോധന മാർഗങ്ങളുമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒന്ന് ജീവൻ നശിപ്പിക്കുന്നുവെന്നും മറ്റൊന്ന് ജീവൻ തടയുന്നുവെന്നും പാപ്പ മുന്നറിയിപ്പ് നൽകി. മെയ് 10 ജനനനിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ ഇറ്റലിയിലെ ജനസംഖ്യാ പ്രതിസന്ധിയെക്കുറിച്ച് ജനറൽ ബർത്ത് സ്റ്റേറ്റ്മെന്റ്സ് എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. ഇന്ന് രാവിലെ വത്തിക്കാനിനടുത്തുള്ള ഓഡിറ്റോറിയം കൗൺസിലിയോണിൽ നടത്തിയ പ്രസംഗത്തിൽ ജനനനിരക്ക് തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തി. അമേരിക്കയിലെ കത്തോലിക്ക ആശുപത്രികളുടെ ഏറ്റവും വലിയ ശൃംഖലയായ എസൻഷ്യൻ ഹെൽത്തിന് നേരെ സൈബർ ആക്രമണം. ഓൺലൈൻ ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യുഎസിലെ 4ാമത്തെ വലിയ ആശുപത്രി ശൃംഖലയായ എസൻഷ്യന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ രോഗികളുടെ ഡേറ്റ മോഷ്ടിക്കപ്പെട്ടു എന്ന് പരിശോധിച്ചു വരികയാണ്. സൈബർ ആക്രമണം സിസ്റ്റങ്ങളിലേക്കുള്ള പ്രവേശനത്തെ ബാധിക്കുകയും ക്ലിനിക്കൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്തുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.